Hi friends, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. സോ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ക്യാൻവ എന്ന ഫ്രീ ഗ്രാഫിക് ഡിസൈൻ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മൾ ലോഗോസ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നത് കോറോഡ്രോ അല്ലെങ്കിൽ അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് എന്നീ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറുകളെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് അൺപ്രൊഫഷണലായിട്ട്, അതായത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ലോഗോ ക്രിയേഷനിൽ പ്രൊഫഷണൽ അല്ലാത്ത ആൾക്ക് വരെ നമുക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗോസും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ മെറ്റീരിയലുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ അക്കൗണ്ട് വഴി നമുക്ക് ക്യാൻവ ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്നൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഈ മെനുവിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ക്രിയേറ്റ് ഡിസൈൻ എന്നൊരു ബട്ടൺ കൂടെ കാണാം. ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയംസ് നമുക്കിവിടെ കാണാം. നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് കവർ വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് കവർ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫേസ്ബുക്ക് കവർ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ഡിസൈൻ ആൻഡ് സ്പോട്ട്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രിൻറ്റിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയംസ് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സ് എന്ന മെനു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്കിവിടെ ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ലോഗോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ലോഗോ ടെംപ്ലേറ്റ്സ്, ടൺ കണക്കിന് ലോഗോ ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇതിൽ പെയ്ഡുണ്ട്, പെയ്ഡ് വെർഷനുണ്ട്, പ്രോ വെർഷനുണ്ട്, അതുപോലെ തന്നെ ഫ്രീ വെർഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ടൺ കണക്കിന് ലോഗോസ് നമുക്കിതിലൂടെ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കഫേ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫിൽറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ നമുക്ക് ഫിൽറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ലോഗോയാണ്. ഓക്കെ, എനിക്കൊരു കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് ഒരു പേര് വേണം, അതുപോലെ തന്നെ എനിക്കൊരു ലോഗോയും വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോണ് റിയൽ എസ്റ്റേറ്റ്, റിയൽ എസ്റ്റേറ്റ് ലോഗോ. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ലോഗോസ് നമുക്കിവിടെ ലഭിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രോ വെർഷൻ, അതുപോലെ തന്നെ ഫ്രീ വെർഷൻ, അതുപോലെ തന്നെ ഇവിടെ പെയ്ഡ് വെർഷനും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ലോഗോ ഞാൻ ഇതിന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഹലോ ഹോം എന്ന് പറഞ്ഞ ലോഗോ സെലക്ട് ചെയ്തു. ഇതാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ലോഗോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാം കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് 100% ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. അതുപോലെ തന്നെ എഡിറ്റ് ആൻഡ് ഡൗൺലോഡ് ദി ലോഗോ, നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ലോഗോ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഷെയറും ചെയ്യാം. നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ലോഗോ എൻ്റെ ഒരു കമ്പനിയുടെ പേരും കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ എൻ്റെ കമ്പനിയുടെ ക്യാപ്ഷനും കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഈ ലോഗോൻ്റെ കളറും എനിക്കിവിടെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു കസ്റ്റമൈസ് ടെംപ്ലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ, ഒരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എനിക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റ് എൻ്റെ ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും കണ്ടാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, സപ്പോസ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ലൈറ്റ് കളർ, ഒരു ബ്ലൂ കളർ എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെയും എനിക്കൊരു റെഡ് കളർ കൊടുക്കണം. ഞാനിവിടെ റെഡ് കളർ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ഒരു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നമുക്ക് ഓരോ ഡിസൈനും വൈസ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, സോ ഇനി എനിക്ക് വേണ്ടത് ഹലോ ഹോം. എനിക്കിവിടെ ഒരു കമ്പനിയുടെ നെയിം വേണം. ഓക്കെ, അപ്പോൾ എനിക്കൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ നെയിം എനിക്ക് വേണം.
ഓക്കെ, അത് ഞാൻ ചാറ്റ് GPT എന്ന ഓപ്പൺ ഐയുടെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു പുതിയൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ നെയിം എനിക്ക് വേണം. ഞാൻ ഒരു ചാറ്റ് GPT ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ ട്രൈ ചാറ്റ് GPT ക്ലിക്ക് ചെയ്തു. ഓക്കെ, എനിക്ക് ഇവിടെ നിന്ന് ഒരു പുതിയൊരു പേര് വേണം. ഗിവ് മീ എ നെയിം ഫോർ എ റിയൽ എസ്റ്റേറ്റ് കമ്പനി. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹൗ അബൌട്ട് ഹൊറൈസൺ ഹോംസ് റിയാലിറ്റി. അപ്പോൾ ചാറ്റ് GPT ചോദിച്ചിട്ടുണ്ട് ഹൊറൈസൺ ഹോംസ് റിയാലിറ്റി എങ്ങനെ മതിയോന്ന് ചോദിച്ചു. എനിക്ക് കുറച്ചും കൂടി പേര് വേണം. അപ്പോൾ ഞാനിവിടെ മോർ നെയിംസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പേരുകൾ നമുക്ക് ചാറ്റ് GPT നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 പേരുകൾ നമുക്ക് ചാറ്റ് GPT തന്നിട്ടുണ്ട്. പ്രൈം പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്, ഡ്രീം ഹോംസ് റിയാലിറ്റി തന്നിട്ടുണ്ട്, ഹെറിറ്റേജ് ഹോംസ് ഉണ്ട്, ലെക്സ് ലിവിങ് റിയാലിറ്റി. ഞാനിവിടുന്ന് ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പേര്. ഓക്കെ ഫ്രണ്ട്സ്, ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ് എന്ന നെയിമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ സെലക്ട് ചെയ്തു ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ്. കറക്റ്റ് അല്ലേ? ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനത് കൊടുക്കാം ബ്ലൂ സ്കൈ, BLUE ബ്ലൂ SKY സ്കൈ REAL റിയൽ ESTATE റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഇനി എന്ത് വേണം, ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്കിവിടെ ഇതിൻ്റെ ഞാനൊരു 28 എനിക്ക് മതി. ഞാനൊരു 28 ആക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി എന്ത് വേണം, സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മിഡിലാക്കാം. ഓക്കെ, സെൻറ്റർ ആക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴേക്ക് നമുക്ക് ഷിഫ്റ്റിൻ്റെ ബാർ നമുക്ക് ആരോ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് ഇവിടെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് കറക്റ്റ് അല്ല നോക്കാം, ബ്ലൂ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഇനി ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് ഈ ഒരു കളർ മതി, ബ്ലൂ കളർ മതി. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു, ബ്ലൂ കളർ ഇട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം, എനിക്ക് റിയൽ എസ്റ്റേറ്റിന് പകരം ഒരു ക്യാപ്ഷൻ വേണം. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ചാറ്റ് GPTയോട് ഞാൻ എൻ്റെ ക്യാപ്ഷൻ വേണമെന്ന് പറയാം. ഓക്കെ, ഗീവ് മീ എ ക്യാപ്ഷൻ. Give me a caption for this company. Okay, just enter ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കൊടുക്കാം യുവർ ജേണി ഹോം സ്റ്റാർട്ട്സ് ഹിയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ക്യാപ്ഷൻ സെലക്ട് ചെയ്തു. Ctrl+C പ്രസ് ചെയ്യാം. നമുക്കിവിടെ സെലക്ട് ചെയ്യുക, റിയൽ എസ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കത് കുറയ്ക്കാം, ഒരു 16 മതി. എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പൊസിഷനിൽ പോവാം, നമുക്കത് സെൻറ്റർ ആക്കാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്കത് കുറച്ചും കൂടി ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് ഇത്ര വേണ്ട. നമുക്ക് യുവർ ജേണി നമുക്കൊരു ഐ തിങ്ക് ഒരു 14 മതി. ഓക്കെ, നമുക്കത് സെൻട്രലായി പൊസിഷൻ കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സെൻറ്ററാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് താഴ്ത്തേക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റിൻ്റെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനിവിടെ കൊടുക്കാമെന്ന് ഓപ്പൺ സാൻസ് വേണം എനിക്കിവിടെ. ഓപ്പൺ സാൻസ്. ഓക്കെ, ഓപ്പൺ സാൻസ് ബോൾഡ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയൊരു 26 ഞാനതിൻ്റെ ഫോണ്ട് സൈസ് ചെറുതാക്കി. നമുക്കിവിടെ ഒന്നും കൂടി അതിൻ്റെ എക്സ്പാൻഷൻ ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യാം, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, പൊസിഷനിൽ പോയിട്ട് വീണ്ടും നമുക്ക് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് യുവർ ജേണി ഹോം സ്റ്റാർട്ട്സ് ചെയ്യാനുണ്ട്. അതിൻ്റെ നമുക്ക് ഫോണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ഒരു പുതിയൊരു ഫോണ്ട് ഇടാൻ പോവുകയാണ്. എനിക്കിവിടെ റോബോട്ടോ മതി. അപ്പോൾ ഞാൻ റോബോട്ടോ
റോബോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, റോബോട്ട് എനിക്ക് വേണ്ടത് ഒരു ലൈറ്റ് മതി, ഞാൻ ലൈറ്റ് കൊടുത്തു, റോബോട്ടോ ലൈറ്റ് മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോൾഡ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ലൈറ്റ് മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ വീണ്ടും ഒന്ന് ചെറുതാക്കാൻ, നമുക്കിവിടെ ഒരു 12 മതി. ഓക്കെ, സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പൊസിഷനിൽ പോയിട്ട് അത് സെൻറ്റർ, ഓൾറെഡി സെൻറ്ററിലാണ് കിടക്കുന്നത്. എനിക്കിതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഇതിൻ്റെ കളർ എനിക്കൊരു 90% ഗ്രേ മതി, ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് വേണ്ടത് എന്താണ്? നമുക്കൊരു പുതിയ ഒരു ഡിസൈനും കൂടി നമുക്ക് നോക്കണം. കാരണം നമ്മൾ ഓൾറെഡി ഒരു ഡിസൈൻ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, രണ്ടാമതൊരു ഡിസൈൻ കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇത് എല്ലാം ഒരു സിംഗിൾ കളറായിരിക്കണം. ഓക്കെ, ഈ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് എല്ലാ കളറും ഒരു ബ്ലൂ കളർ മതി, ഞാൻ എല്ലാം ഒരു ബ്ലൂ കളർ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റിന് എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് ഇതിൻ്റെ കളറ് മാത്രം ഒരു ഡാർക്ക് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂ സ്കൈൻ്റെ 2 കളർ ഇട്ട് കൊടുത്തു. അതുപോലെ യുവർ ജേണി ഹോം സ്റ്റാർട്ട്സ് ഹിയർ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ എനിക്ക് ഞാൻ അതിൻ്റെ കളറും ഒരു ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, എനിക്ക് ബ്ലൂ സ്കൈ വേണ്ടതും ഈ റിയൽ എസ്റ്റേറ്റ് എനിക്ക് ടോട്ടൽ എനിക്ക് എന്ത് വേണം? ടോട്ടൽ എനിക്കൊരു 90% ഗ്രേ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള ലോഗോസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള ലോഗോ ഡിസൈൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു പേജ് നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ പുതിയൊരു ഇവിടെ ആഡ് പേജ് നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, സോ ഫൈനലി എന്ത് വേണം? ഫൈനലി നമുക്ക് ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എന്ത് വേണം? ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഈ ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് PNG ആണ് ഓൾറെഡി ഇവിടെ സജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ JPG വേണമെങ്കിൽ JPG സെലക്ട് ചെയ്യാം. നമുക്ക് PNG തന്നെ സെലക്ട് ചെയ്യാം, കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് വരണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് വേണം? നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഹോം ഹൗസ് ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലോഡ്സിൽ പോവാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് ലോഗോയാണ്. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ സ്കൈ റിയൽ എസ്റ്റേറ്റ് നമ്മൾ ബ്ലാക്ക് ആക്കിയത് നമുക്ക് നെക്സ്റ്റ് ബ്ലാക്ക് വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലെ തന്നെ നമ്മൾ ക്യാൻവയുടെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ പർപ്പസിന് ആവശ്യമായ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ബിസിനസ് കാർഡ്സ്, ബ്രോഷേഴ്സ്, അതുപോലെ തന്നെ ഫ്ലയേഴ്സ് എല്ലാം നമുക്ക് ക്യാൻവയുടെ ഈ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, bye.